ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു സമ്മിറ്റാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ അത് ബീജിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. മനസ്സിലാക്കുക, എന്താണ് ഇന്ത്യയുമായിട്ട് ഉണ്ടായിരുന്നൊരു ബന്ധം അമേരിക്കയുടെ. അതിനെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പൊളിഞ്ഞ് വീണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സെറ്റ് ബാക്ക്. ഇത് ഇന്ത്യൻ മീഡിയ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഗ്ലോബൽ മീഡിയ മുഴുവനും പറയുന്നു. ചൈന +1 ഇതായിരുന്നു അമേരിക്കൻ ഇക്വേഷൻ. അതായത് കോവിഡിന് ശേഷം ചൈനയെ അവിടെ മാനുഫാക്ചറിങ് ഹബിൽ നിന്നും ഇന്ത്യയിലോട്ട് പറിച്ചു നടുക. അതിനുശേഷമാണ് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഏകദേശം ഒരു വർഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള എല്ലാ ബന്ധം വളരെ മോശമായി. ഓരോ ദിവസം മോശമായി. അവസാനം എന്താണ് ഈ അമേരിക്കൻ മീഡിയ പറയുന്നത് മനസ്സിലാക്കുക. അതായത് പ്രസിഡന്റ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നതും അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയും പറയുന്നത് ഇന്ത്യയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതായത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയെ ഏത് രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് ചൈനയ്ക്ക് ബദലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു, ആ ഒരു രീതിയിലുമുള്ള റെസ്പോൺസ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ ഒരു റിലയബിൾ പാർട്ട്ണർ അല്ല. അതിനേക്കാളും നല്ല ചൈനയുമായിട്ട് പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അത് സെറ്റിൽ ചെയ്ത് ക്വാളിറ്റി പ്രോഡക്റ്റും, കാരണം ഇന്ത്യയിലാണെങ്കിൽ ട്രെയിൻ ചെയ്ത് കൊടുക്കണം, അതിനേക്കാളും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ചൈനയുമായിട്ട് പറഞ്ഞങ്ങ് സെറ്റിൽ ചെയ്യൂ. അതിലും അമേരിക്കയ്ക്കാണ് ലാഭം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ചൈന പല കാര്യങ്ങളും അമേരിക്കയിൽ നിന്നും വാങ്ങാൻ തയ്യാറായിട്ടില്ല, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, ഫാം പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് സോയാ മീൽസ്. അതെല്ലാം വലിയ തോതിൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റും സോയാ ബീൻസ്, അതേപോലെ തന്നെ അമേരിക്കൻ ബീഫ്, ഈ സാധനങ്ങൾ ഫാം പ്രോഡക്റ്റ് പൂർണ്ണമായിട്ടും വാങ്ങാൻ ചൈന തയ്യാറായി. അത് മനസ്സിലാക്കുക. ഇതാണ് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. മോദിക്ക് പൂർണ്ണമായിട്ടും മൂന്നാമത്തെ ടേമിൽ പലതും തെറ്റിയങ്ങ് പോയി. എന്തു പറ്റിയെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ഇഷ്യൂ ഉണ്ടായി, അത് പറഞ്ഞങ്ങ് സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതിന് പകരം രണ്ടുപേരും മസിൽ പിടിച്ചു. അമേരിക്കയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക. അവിടുത്തെ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് തന്നെ വേണം. ഏകദേശം 15ഓളം അമേരിക്കയുടെ ടോപ്പ് CEOs അവർ ഈ ട്രംപിൻ്റെ കൂടെ ഫ്ലൈ ചെയ്തു. ഇലോൺ മസ്ക്, എൻവിഡ, ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ ടോപ്പ് CEOs എല്ലാവരും അവർ സൈൻ ചെയ്തു ചൈനീസ് കമ്പനികളുമായിട്ട്, ചൈനീസ് ഗവൺമെൻറ്റുമായിട്ടും. അതായത് അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം അതിൻ്റെ ജോലികളെല്ലാം ഇന്ത്യയിൽ വരേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഏകദേശം 4-5 മാസം മുമ്പ് ഗ്ലോബൽ സൗത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയൊരു സമ്മിറ്റ് നടത്തി ഇന്ത്യയിൽ. അപ്പം എന്തിനാ സമ്മിറ്റ് നടത്തിയത്? അവരുടെയൊക്കെ ജോലി ഇന്ത്യയിലോട്ട് വരും, കാരണം IT ജോലി പോലെ. ഇപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അങ്ങ് ക്ലിയർ കട്ടായി ആ ജോലിയെല്ലാം ചൈനയിലോട്ടാണ് പോകുന്നത്. തിരിച്ച് ചൈനയ്ക്ക് ചെയ്തു കൊടുക്കുകയാണ്. റയർ എർത്തിൻ്റെ അമേരിക്കയുടെ ഇഷ്യൂ അത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് എന്താ ട്രംപ് പറഞ്ഞത്? പല പ്രശ്നങ്ങളും പല ഇഷ്യൂസും പറഞ്ഞു തീർന്നു, സെറ്റിൽ ചെയ്തു. ഇന്ത്യയുടെ ആസനം കൂട്ടി ആ പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ വെടി തീർത്ത് കൈ കൊടുത്തു. ഡയറക്റ്റായിട്ട് കയറി ബാധിക്കാൻ പോവുക. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ്, സോളാർ പാനൽസ്, ഈ സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നാണ് അമേരിക്ക വാങ്ങിക്കൊണ്ടിരുന്നത്. കാരണം ഇത് ചൈനീസ് പ്രോഡക്റ്റിന് അമേരിക്കയിൽ ടാരിഫ് കൂടുതൽ, അതെല്ലാം മാറ്റുക. ഇതെല്ലാം ഇനി ചൈനയിലോട്ട് പോകുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. അതിനേക്കാളും നല്ലത് അത് ഏറ്റവും കൂടുതൽ ഓട്ടോമേറ്റഡ് ആണ്. ഇന്ത്യയെക്കാളും വിലക്കുറവാണ്. മനസ്സിലാക്കുക, കഷ്ടകാലത്തിൽ നിന്നും കഷ്ടകാലത്തിലോട്ട് ഇന്ത്യ പോകുന്നു. ഇന്ത്യയിലറിയാം, ഇന്ത്യയുടെ എക്കോണമി അതായത് വേസ്റ്റ്, ഇത് ഞാൻ പറഞ്ഞതല്ല,
BBC പഴയ ബ്യൂറോ ചീഫ് ഉണ്ടായിരുന്നു സഞ്ജീവ് ശ്രീവാസ്തവ. അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ, അദ്ദേഹം ബേസിക്കലി മോദി ഫാനാണ്, BJP വളരെ സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റാണ് സഞ്ജീവ് ശ്രീവാസ്തവ. അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വേസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയുടെയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. ഏറ്റവും വേസ്റ്റ് കറൻസി ഇന്ത്യൻ കറൻസി അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല. ടാക്സേഷൻ ഏറ്റവും വേസ്റ്റ്. ഇന്ത്യൻ എക്കോണമി വേസ്റ്റായിട്ട് പോകുന്നു. ആ ഒരു കണ്ടീഷനിൽ അറിയാം ഇവിടെ പല ഓസ്റ്ററിറ്റിയും മറ്റുള്ള പ്ലാനുകളും ഒക്കെ ഓരോ ദിവസവും ഓരോ പ്ലാനുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് എല്ലാത്തിനെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് സെറ്റിലായി. ഇപ്പോൾ ചൈനയ്ക്ക് ഒരൊറ്റ സംഭവമുള്ള തായ്വാൻ ഇഷ്യൂയിൽ അമേരിക്ക കൂടുതൽ എൻകറേജ് ചെയ്യരുത്, കൂടുതലായിട്ട് ഇൻ്റർവീൻ ചെയ്യാൻ വരരുത്. അവർക്ക് ആ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഇറാനും ഒന്നും അവർക്ക് ഇഷ്യൂ അല്ല. ഇപ്പോൾ ചൈന തന്നെ ഇറാനോട് പറയും ഈ പറയുന്ന ഹോർമൂസ് തുറന്നു കൊടുക്കാൻ, അത്രയേ ഉള്ളൂ. അമേരിക്ക പറയുന്ന ഡീൽസ്, അതായത് ഈ സീസ് ഫയർ എന്താണ് പറയുന്നത് സൈൻ ചെയ്യാൻ പറയും, ഇത്രയേ ഉള്ളൂ. അതായത് ചൈനയ്ക്ക് ആവശ്യം ഒരു കാരണവശാലും ഇന്ത്യയിലോട്ട് ഇത് പോകരുത്. അതവർ സക്സസ്ഫുള്ളി ഈ പറയുന്ന കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡിപ്ലോമസി കംപ്ലീറ്റ് കൊളാപ്സായി. അതാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് അമേരിക്കയും ചൈനയും നമ്മൾ ഏകദേശം കംപ്ലീറ്റ് സെറ്റ്. ഈ പറയുന്ന അമേരിക്കൻ കമ്പനിക്ക് ഒറ്റ താല്പര്യമില്ല, ചൈനയിൽ ആക്സസ് കിട്ടണം. അതും ചൈന തയ്യാറായി, ഗ്രാജുവൽ ആക്സസ്. അതാണ് എലോൺ മസ്കിൻ്റെ അവരുടെയൊക്കെ താല്പര്യം. അതേപോലെ ചൈനീസ് കമ്പനിയായ അലിബാബ, അങ്ങനെ പല കമ്പനി അമേരിക്ക ആക്സസ് കൊടുത്തു. അവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ സെറ്റിലായി. ഇന്ത്യയുടെ കാര്യമാണ് കട്ടപ്പുകയെന്ന് പറയുന്നത്. ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, ഇതൊക്കെ വരാൻ പോവുകയാണ്. പക്ഷെ ഇവിടെയുള്ള സംഘപരിവാറും RSSും അവരും ഇവരും ഇന്ത്യ അമേരിക്കയെക്കാളും വലുതാ, ചൈനയെക്കാളും വലുതാ, നമ്മളിപ്പം കാണിച്ചു കൊടുക്കും, അത് കാണിച്ചു കൊടുക്കും, ഇത് കാണിച്ചു കൊടുത്തു. അവസാനം ഇന്ന് പെട്രോളിനും ഡീസലിനും 300 രൂപ വെച്ച് വിലയും കൂട്ടി. അത് ഏറ്റവും വേസ്റ്റ് എക്കോണമിയായിട്ട് ഇന്ത്യ പോകുന്നത്. ഇതാണ് കണ്ടീഷൻ. അതായത് ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ഇന്ത്യക്ക് എല്ലാ തലത്തിലും കിട്ടി. ഏകദേശം 10-12 വർഷമായി ചൈന അമേരിക്ക കമ്പനിയിൽ നിന്ന്, ബോയിങ്ങിൽ നിന്ന് എയർക്രാഫ്റ്റ് വാങ്ങിയിട്ട് അവർ 200 എയർക്രാഫ്റ്റ് സൈൻ ചെയ്തു. ഇന്ത്യ നേരത്തെ സൈൻ ചെയ്തു, എയർ ഇന്ത്യ സൈൻ ചെയ്തു. അത് മുഴുവൻ എയർ ഇന്ത്യയുടെ പല ക്യാൻസലേഷൻ പരിപാടിയും 22,000 കോടി നഷ്ടമായി കഴിഞ്ഞപ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്തു പോയി. ഇതാണ് സംഭവം. ചൈന എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലങ്ങ് മാറുന്നു. അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും ആക്സസും കൊടുത്തു. അതായത് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഇന്ത്യക്ക്. ലോകം കംപ്ലീറ്റ് ആയിട്ട് പറയാൻ തുടങ്ങി ഇന്ത്യയാണ് ഒറ്റപ്പെട്ടു പോയത്. അതായത് നമ്മുടെ പോളിസിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവനെ ചൊറിയാൻ പോയി, അവൻ തിരിച്ചിട്ട് മാന്തി കൈ തന്നു. ഈ പറയുന്ന ഷീ ജിൻപിങ്ങിനെയും പുട്ടിനെയും കെട്ടിപ്പിടിക്കാൻ പോയി ഈ ട്രംപിനെ തോപ്പിച്ച്. അതെല്ലാം കൂടെ വെച്ച് അവർ സമയം കാത്തിരുന്നു. അമേരിക്കൻ രീതിയാണ്, അമേരിക്കൻ ഡിപ്ലോമസി ഇതാണ്. അവൻ്റെ കൂടെ നിൽക്കുവാണ്, അവൻ്റെ കൂടെ നിന്നോണം. അവനെ ചൊറിയാൻ പോയി അവൻ ഒരു കാരണവശാലും വിടത്തില്ല. ആലോചിച്ച് നോക്കുക, ഒരു മാസം മുമ്പ് പാകിസ്ഥാനിൽ വരെ JD വാൻസ് വരികയാണ്. പാകിസ്ഥാനെ മീഡിയേറ്ററാക്കി. അതായത് ഇന്ത്യയുടെ ബോർഡറായിട്ടുള്ള 2 ശത്രുക്കൾ, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ചൈന. എവിടെ പോയി ഇന്ത്യയുടെ പൊസിഷൻ? സിമ്പിൾ ചോദ്യമല്ലേ. ഇതിനൊന്നും ഗവൺമെൻറ് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ പറയുന്ന അമേരിക്കയുടെ വെച്ചിരിക്കുന്ന ഡോട്ട് ലൈനിൽ ഇന്ത്യ പോയി ഫൈനലി ഈ പറയുന്ന ട്രേഡ് ഡീലും സൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഏകദേശം 500 ബില്യൺ അവിടുന്ന് സാധനം വാങ്ങാമെന്നും പറഞ്ഞു. ഇതൊന്നും ഈ പറയുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തള്ളി ദൂരെ കളഞ്ഞു. കാരണം ഇന്ത്യയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ ഇഷ്യൂ എല്ലാം മാറ്റർ ചെയ്യും ഇതിനകത്ത്. കാരണം അമേരിക്ക ഇത് എപ്പോഴും പറയുന്നൊരു സംഭവമാണ്. കാരണം ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരായ ഹിന്ദുക്കൾക്ക് അമേരിക്കയിൽ ക്ഷേത്രം നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുന്നു? എന്തുകൊണ്ട് മോദി ഗവൺമെൻറ് അത് തടുക്കുന്നില്ല? എന്തുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല?
ഇതിനൊന്നും ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് RSSന്റെ ഔട്ട്റീച്ചൊക്കെ ഫെയിലിയറായി. അതായത് ട്രംപ് ഒടുക്കലത്തെ പണി ഇന്ത്യക്ക് തന്നു. ഇപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ടിന് ഈ പറയുന്ന ട്രേഡും ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ സോളാർ പാനലും ഇലക്ട്രോണിക്സ്, അതാണ് ഈ ആപ്പിൾ കമ്പനി അവിടെ പോയിരിക്കും, അതിൻ്റെ വർക്കുകൾ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ വരേണ്ടത് ഏകദേശം 500 ബില്യൻ്റെ പുതിയ പ്രോജക്റ്റ് ഇന്ത്യ വരേണ്ടതായിരുന്നു. അത് വീണ്ടും ചൈനയിലോട്ടങ്ങ് പോകുന്നു. അതായത് ഇന്ത്യക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി. അതായത് നമ്മൾ ഈ പറയുന്ന 10 വർഷമോ 15, 20 വർഷത്തിൽ നമ്മുടെ എക്കോണമി, അതായത് ഇപ്പം ഗ്ലോബലി ഇപ്പം 4ാമത്തെ 5ാമത്തെ സ്ഥാനമാണെന്ന് പറയുന്നു. അത് 1.5 വർഷം എടുത്തു കഴിയുമ്പോൾ ഇത് 10ാമത്തെ രീതിയിലോട്ടങ്ങ് പോകും. കാരണം മാർക്കറ്റില്ലാതെ വരും. മദേഴ്സ് ഓഫ് ഓൾ ഡീൽ, ആ ഡീലെ കെട്ടിപ്പിടുത്തം, ഉമ്മ കൊടുപ്പ്, ഈ പരിപാടികളൊക്കെ നടന്നു. പക്ഷെ അവസാനം ഇന്ത്യൻ എക്കോണമിയുടെ പോക്ക് കണ്ടു. ഈ രീതിയിലായി നമ്മൾ മാറി. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഉറപ്പായിട്ടും പ്രധാനമന്ത്രി മോദിയും BJPയുമാണ്. ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഭയങ്കര മിടുക്കരാണ്. സമ്മതിച്ചു കൊടുക്കുക, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ഇലക്ഷൻ നടത്തിയാൽ ജയിക്കും. പക്ഷേ എക്കോണമി മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് കൊളാപ്സാണ് ഈ ഗവൺമെൻറ്. ഈ പറയുന്ന ട്രംപുമായിട്ടുള്ള ബന്ധം എല്ലാം നശിപ്പിച്ച് കോടാലിയാക്കി കയ്യിൽ തന്നു. ആരാണ് ഉത്തരവാദി? IT ആണെങ്കിലും AI ആണെങ്കിലും, അതായത് ഒരു അമേരിക്കക്കാരന് ഇന്ത്യയിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ വരത്തില്ല. എന്ത് തലകുത്തി പറഞ്ഞാലും അതിൻ്റെ ലക്ഷണം കൂടിയാണ് ഈ പറയുന്ന ചൈന അമേരിക്ക ഡീലിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈന ഇത് ഹൈലി സ്കോർ ചെയ്തു. അമേരിക്കയ്ക്ക് കിട്ടേണ്ട കാര്യം അവർക്കും കിട്ടി. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വലിയൊരു എക്കോണമി ആയിട്ട് മാറേണ്ടതാണ്. അത് പൂർണ്ണമായിട്ടും അസ്തമിച്ചു എന്ന് തന്നെ കൃത്യമായിട്ട് പറയാം.